സീതാവൂദ് ഇവിടെ താജാലുവ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു പെർസെപ്ഷൻ സൃഷ്ടിക്കുക, ആരാണ് വിക്ടിം എന്ന കാര്യത്തിൽ പെർസെപ്ഷൻ സൃഷ്ടിക്കുക എന്നുള്ള ഇസ്രായേലിൻ്റെ ഒരു തന്ത്രമാണ്. ഇപ്പോൾ ഞങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങൾ ഇത് ആക്രമിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ പുറത്തുകൊണ്ടുവന്ന IDF തന്നെയാണ്. ഞങ്ങൾ ഇത്ര പേർ സൈറൻ കേട്ട് ബങ്കറിലേക്ക് പോകുന്നു, അങ്ങനെ ഞങ്ങൾക്ക് അടി കിട്ടി എന്ന് ഇസ്രായേൽ വിളിച്ചു പറയുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഗസ യുദ്ധത്തിന് ശേഷം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു പെർസെപ്ഷൻ വാറിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് റിലേഷൻ വാറിൽ ഇസ്രായേൽ വൻതോതിൽ പരാജയപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. ലോകത്തെങ്ങുമുള്ള ചെറുപ്പക്കാർ, ലോകത്തെങ്ങുമുള്ള നഗരങ്ങളിൽ, അമേരിക്കൻ യൂറോപ്യൻ നഗരങ്ങളിൽ ഈ ലെഗസി മീഡിയയുടെ സർവ്വ പിന്തുണ ഉണ്ടായിട്ട് പോലും ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുവാൻ ആളുകൾ മുന്നോട്ട് വരാത്തത്, പ്രത്യേകിച്ച് പുതിയ തലമുറ മുന്നോട്ട് വരാത്ത കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പം ഇപ്പോൾ ഇറാൻ ഏകപക്ഷീയമായി അങ്ങോട്ട് കയറി ആക്രമിച്ചതിന് ശേഷം കിട്ടിയ ഒരു തിരിച്ചടി, അത് വെച്ച് എന്തെങ്കിലും ഈ ഒരു പെർസെപ്ഷൻ മാറ്റിയെടുക്കാൻ ഇസ്രായേലിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആക്രമണവും തിരിച്ചടിയും അവർക്ക് നൽകുന്ന രണ്ട് നിലക്കുള്ള ആനുകൂല്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഒരേ സമയം മുസ്ലിം ലോകത്ത് അവരുടെ ജിയോഗ്രഫിയിൽ മിഡിൽ ഈസ്റ്റിൽ തങ്ങളൊരു വിക്ടിമാണ് എന്ന ആ ഒരു സംഗതി മുന്നോട്ട് വെക്കാൻ സാധിക്കും. അതേസമയം തന്നെ അങ്ങനെ ഇരിക്കുമ്പോഴും ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം, അത് അറബ് പ്രൈഡിനെ, പ്രത്യേകിച്ച് മുസ്ലിം ജനസാമാന്യത്തെ, മിഡിൽ ഈസ്റ്റിലെ പബ്ലിക്കിനെ അത് വലിയ തോതിൽ അത് ആകർഷിക്കുന്നതാണ്. ഈ പറയുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിലെ ഒരു ഘടകമായി പോലും അത് വർത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇറാനുള്ള പിന്തുണ, അറബ് ലോകത്ത് ഇറാനുള്ള പിന്തുണ വർദ്ധിക്കും. ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇറാനുള്ള പിന്തുണ വർദ്ധിക്കും എന്നുള്ളത് അറബ് ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അത് ആശങ്കയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ട്രംപുമായി സംസാരിക്കുന്നത് പോലും ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഒന്ന്, ഇത് ആ മേഖലയിൽ അവർ സാമ്പത്തികമായ വികസനത്തെക്കുറിച്ച് അതിനുവേണ്ടിയുള്ള വലിയ വലിയ പദ്ധതികൾ മുന്നോട്ട് വെച്ച് പോകുന്ന ഭരണകൂടങ്ങളാണ് അറബ് മേഖലയിലുള്ളത്. അവിടെ ഉണ്ടാകുന്ന ഏതൊരു മിലിറ്ററി എസ്കലേഷനും ഈ പറയുന്ന വ്യാപാരത്തെയും സാമ്പത്തിക പ്രവർത്തനങ്ങളെയും വലിയ തോതിൽ ബാധിക്കും. ഇപ്പോൾ തന്നെ ബാധിച്ചു കഴിഞ്ഞു. ക്രൂഡ് ഓയിൽ ഇൻഡസ്ട്രിയിൽ, ഏവിയേഷൻ ഇൻഡസ്ട്രിയിലൊക്കെ അത് ഉണ്ടാക്കിയുള്ള സെറ്റ്ബാക്കുകൾ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം ഇറാൻ ഒരു പോപ്പുലർ സപ്പോർട്ടുള്ള അറബ് പബ്ലിക്കിൻ്റെ സപ്പോർട്ടുള്ള ഒരു രാജ്യമായി മാറുന്നത്, ഒരേ സമയം ഒരു വിക്ടിം പരിവേഷം അവർക്ക് ഇരയുടെ പരിവേഷം അവർക്ക് ലഭിക്കുന്നു, അതേസമയം തന്നെ അവർക്കൊരു നായക പരിവേഷവും ലഭിക്കുന്നു. ഇത് രണ്ടും വെച്ചുകൊണ്ട് ഇറാനുള്ള പബ്ലിക് സപ്പോർട്ട് അറബ് മേഖലയിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് അറബ് ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ അവർ സ്റ്റെപ്പിൻ ചെയ്യും. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അവർ സ്റ്റെപ്പിൻ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അങ്ങനെ സ്റ്റെപ്പിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ അമേരിക്കയാണല്ലോ ഒരു മെയിൻ പ്ലെയർ എന്ന് പറയുന്നത്. അമേരിക്കയെ സ്വാധീനിക്കാൻ ഇവർക്ക് കഴിയുമെന്നാണ് പറയുന്നത്. അമേരിക്കയെ സ്വാധീനിക്കാൻ വേണ്ടിയാണല്ലോ അവർ ട്രില്യൺ കണക്കിന് ഡോളർ ഓരോ 3 അറബ് രാജ്യങ്ങൾ, ഒരു പക്ഷേ ഒരു മായാവി കഥയിൽ എന്നതുപോലെ ആർക്കും സങ്കല്പിക്കാൻ പറ്റാത്ത, ട്രംപ് പോലും സങ്കല്പിച്ചിട്ടില്ലാത്ത വലിയ തുകകൾ അമേരിക്കയിൽ നിക്ഷേപിക്കാമെന്ന് ഇവർ ഉറപ്പ് കൊടുത്തത്. അപ്പോൾ ആ നിലക്ക് ഒരു ലിവറേജ് അമേരിക്കൻ ഭരണകൂടത്തിൽ, വൈറ്റ് ഹൗസിന് മേൽ ഇവർക്കൊരു ലിവറേജ് ഉണ്ട്. ആ ലിവറേജ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ നിശ്ചയമായിട്ട് ഉപയോഗിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ ദാവൂദ്, ഏറ്റവും വലിയ പ്രശ്നം സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾക്ക് ട്രംപിന് മേലുള്ള ഈ ലിവറേജ് ആഭ്യന്തരമായി ട്രംപിൻ്റെ ഒരു വീക്ക്നെസ് കൂടിയല്ലേ? കാരണം അദ്ദേഹത്തിൻ്റെ ക്യാമ്പിലെ ആളുകൾ ഇസ്രായേലുമായി അലൈൻ ചെയ്യുന്നതിന് പകരം ഇവരുമായി കൂട്ടുകൂടുന്നതിനെതിരെ സംസാരിക്കുന്നുണ്ടാവില്ലേ? തീർച്ചയായും. അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് വളരെ ഒരു ഡെലിക്കേറ്റ് റോപ്പിലൂടെ അവിടെ നടക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ മെഗാ റിപ്പബ്ലിക്കൻസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പിന്തുണാ കേന്ദ്രം, ഇപ്പോൾ അദ്ദേഹം ടെലവീവിലേക്ക് അയച്ചിട്ടുള്ള അംബാസഡർ ഹക്കാബി, അവരൊക്കെ ഐഡിയോളജിക്കലി തന്നെ ക്രിസ്ത്യൻ സയണിസം എന്ന് പറയുന്ന ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ സയണിസം പ്രോജക്റ്റിനെ പിന്തുണക്കുന്ന ആളുകളാണ്. പക്ഷെ അതേസമയം ട്രംപിൻ്റെ ഈ ബിസിനസ് ഇൻട്രസ്റ്റുകൾ, അത് അറബ് ലോകത്ത് വളരെ പ്രധാനമാണ്. ബിസിനസ് ഇൻട്രസ്റ്റുകളുടെ പുറത്താണ് അറബ് ഭരണാധികാരികളുമായിട്ട് ട്രംപ് വളരെ അടുത്ത ബന്ധം നേടുന്നത്. അതുകൊണ്ട് തന്നെ അവരെയും കേൾക്കേണ്ടി വരിക എന്നുള്ളത് ട്രംപിൻ്റെ ഒരു നിർബന്ധിതാവസ്ഥയാണ്. ഇതിനിടയിലുള്ള ഒരു ട്രിപ്പീസ് കളിയായിരിക്കും അദ്ദേഹം കളിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വശത്ത് ഇറാനെ ആക്രമിക്കരുത് എന്ന് പബ്ലിക്കായിട്ട് അദ്ദേഹം നിരന്തരമായി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും, ഞാൻ നെതന്യാഹുവിനെ വിളിച്ചു, വേണ്ടാത്ത പണിയൊന്നും എടുക്കരുത് എന്ന് അദ്ദേഹം പല തവണയായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതേസമയം ഇപ്പുറത്ത് ഇസ്രായേലിൻ്റെ ഈ ഒരു ആക്രമണ പദ്ധതിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ, അതിനുള്ള ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് പോലും അമേരിക്ക കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ബാലൻസിങ് ആക്റ്റാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷേ അത് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ യുദ്ധം അടിസ്ഥാനപരമായി ലോക വ്യാപാര മേഖലയിൽ ഇൻ്റർനാഷണൽ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സംഗതിയിൽ അതിലുണ്ടാക്കുന്ന വലിയ തോതിലുള്ള ആഘാതം, അതുകൊണ്ട് അറബ് ഭരണാധികാരികൾ മാത്രമല്ല മറ്റ് യൂറോപ്യൻ ഭരണാധികാരികൾ പോലും ഇതിനകത്ത് സ്റ്റെപ്പ് ഇൻ ചെയ്യാനാണ് സാധ്യത.